ഞാൻ മലൻ മിറ്റുലാൽ പിന്നെ എന്റെ സ്വീറ്റിയുമാണ് ജഡ്ജ്. അതെന്തുവാടാ നിന്റെ ഇതെന്താ വല്ല ജോയിന്റ് അക്കൗണ്ട് ആണോ? സ്വീറ്റി എന്റെ കൂട്ടുകാരിയാണ്. അവൾ എന്റെയും കൂട്ടുകാരിയാണ്. മാത്രമല്ല അവൾ എന്റെ ഫാനും കൂടിയാണ്. അത് ശരി. അതേടാ പോപ്പട്ടെ, ഞാൻ തത്തകൾക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ എന്നാണ് അവൾ പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്വീറ്റിയെ ഞാൻ ഉറപ്പായും എന്റെ ഫാനാക്കും. അതിനുവേണ്ടി വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ ജയിച്ചേ മതിയാവൂ. സംശയമുണ്ടോ? എന്റെ പിള്ളേരെ, വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷനിൽ ജയിക്കണമെങ്കിൽ നമ്മുടെ ബോഡി ഇതാ ഇതുപോലെ ആക്കി വെക്കണം. അത് ശരിയാ. ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിലേ ഇതുപോലെ നല്ല ബലമുള്ള കട്ടകൾ വേണം. സംശയമുണ്ടോ? എടേ, ആ കട്ടയല്ല, നമ്മുടെ ബോഡി നല്ല കട്ടയായിരിക്കണം. എന്ന് വെച്ചാ ബോഡി നല്ല കട്ടക്കിരുന്നാലും ഇമ്മ്യൂണിറ്റി പവർ ഇല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ പോലും നിലം പതിക്കും. ഇത് പോപ്പട്ടിന്റെ ഫിലോസഫിയാണ്. സംശയമുണ്ടോ? എടാ ഞാനെന്താ, ഇവർക്ക് ഫിലോസഫി അല്ല ഫിസിക്കലാണ് ആവശ്യമുള്ളത്. അതെന്താ, നീ തത്തകളുടെ ആർമി ഉണ്ടാക്കാൻ പോവാണോ? അല്ല, തത്തകളുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ നടത്താൻ പോവാ. അത് ശരി. അതെ, ഞാൻ മലൻ മിറ്റുലാൽ പിന്നെ എന്റെ സ്വീറ്റിയുമാണ് ജഡ്ജ്. അതെന്തുവാടാ നിന്റെ ഇതെന്താ വല്ല ജോയിന്റ് അക്കൗണ്ട് ആണോ? സ്വീറ്റി എന്റെ കൂട്ടുകാരിയാണ്. അവൾ എന്റെയും കൂട്ടുകാരിയാണ്. മാത്രമല്ല അവൾ എന്റെ ഫാനും കൂടിയാണ്. അത് ശരി. അതേടാ പോപ്പട്ടെ, ഞാൻ തത്തകൾക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ എന്നാണ് അവൾ പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ സ്വീറ്റിയെ ഞാൻ ഉറപ്പായും എന്റെ ഫാനാക്കും. അതിനുവേണ്ടി വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ ജയിച്ചേ മതിയാവൂ. സംശയമുണ്ടോ? നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഇപ്പോഴാ ഒരു കാര്യം ഓർത്തത്. നീ മയിലുകൾക്ക് ട്രെയിനിങ് കൊടുക്ക്. ഞാൻ പോയിട്ട് വരാം. നീ ആ ഡസ്റ്റർ ഒന്ന് മാറ്റിയേ. ഈ സോഫ ഞാൻ പൊക്കിത്തരാം. അതിങ്ങി താമസോർത്താറേ, ഞാൻ കൊണ്ടുപോയി വെക്കാം. ഇരട്ടി പടിയായല്ലോ. നിനക്കിത് പൊക്കാൻ കഴിയിൽ നിറഞ്ഞിട്ടും എന്തിനാടാ എടുത്ത് പൊക്കിയത്? ഗ്യാസ് സിലിണ്ടർ വന്നിട്ടുണ്ട്. അത് ഞാൻ എടുക്കാന്നേ. തന്നെ കൊണ്ട് ഇതിന്റെ ലോക്ക് പോലും മാറ്റാൻ കഴിയില്ല. എന്നിട്ടാണോ ഈ സിലിണ്ടർ എടുത്ത് പൊക്കാൻ വരുന്നേ? ഞാൻ എടുത്തോളാം, മാറ്. ഒരു കാര്യം ശരിയാ, മനുഷ്യന്മാര് മാത്രമല്ല തത്തകളും അവരുടെ സൈസ് അനുസരിച്ച് വേണം ഓരോന്ന് വലിച്ചു പോക്കാൻ. പോപ്പട്ടെ, എന്ത് പറ്റി? അല്ല, നീ എന്തിനാ ഇതൊക്കെ എടുത്ത് വെക്കാൻ ശ്രമിക്കുന്നേ? ഇത്തവണത്തെ തത്തകളുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷനിലെ സ്വീറ്റിയാ ജഡ്ജ്. ഇവന്റെ തലയ്ക്ക് വട്ടായെന്നാ എനിക്ക് തോന്നുന്നേ. നീ ഇവനോട് ചോദിച്ച ചോദ്യം ഒന്ന്, ഇവൻ പറയുന്ന ഉത്തരാണെങ്കിലോ വേറൊന്ന്. ജീവിതത്തിൽ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരവും വ്യക്തമാകണമെന്നില്ല കൂട്ടുകാരാ. ചോദ്യത്തിൽ തന്നെ ഉത്തരവും ഉണ്ടാവും, ഉത്തരത്തിൽ തന്നെ ചോദ്യവും ഉണ്ടാവും. അത് തന്നെയാണ് ലൈഫിന്റെ ഫിലോസഫി. സംശയമുണ്ടോ? സ്വീറ്റി വെയിറ്റ് ലിഫ്റ്റിംഗ് കോമ്പറ്റീഷനിലെ ജഡ്ജാണ്. ഇവൻ അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ആ കോമ്പറ്റീഷനിൽ ജയിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ആശാൻ ഇതൊക്കെ എടുത്തു വെക്കാൻ ശ്രമിക്കുന്നത്. സംശയമുണ്ടോ? സംശയമില്ല, സന്ദേഹവും ഇല്ല. വിവരമുള്ളവന് ഒരു സൂചന തന്നെ ധാരാളമാണ്. സംശയം. ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യിക്കാം. നാളെ രാവിലെ മുതൽ നിന്റെ ട്രെയിനിങ് തുടങ്ങുന്നതാണ്. താങ്ക് യു സോ മച്ച് ബണ്ണി. വായുവിൽ മാത്രം പറക്കുന്നവനെ മണ്ണിലൂടെ ഓടുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സംശയമുണ്ടോ? എടാ ഞാനാണെന്താ, ജ്ഞാനത്തിലല്ല പ്രാക്ടീസിൽ ശ്രദ്ധിക്കാൻ നോക്ക്. ചെല്ലേ, ഗ്രൗണ്ടിൽ ഒരു റൗണ്ട് ഓടിയിട്ട് വാ. എന്നിട്ട് ഈ വെയിറ്റ് എടുത്ത് പോക്കണം.
അയ്യോ ഇവിടെ ഇരുന്ന് ആപ്പിൾ എന്തിയേ? നീയാണോ ആപ്പിൾ എടുത്ത് കഴിച്ചേ? എടാ ആപ്പിൾ എങ്ങനെ കുത്തിവെച്ചിരുന്നെങ്കിൽ അത് കേടായി പോയേനെ. എന്തായാലും ഈ സൂചിയോട് ചേരുന്നത് ഈ നൂല് തന്നെയാണ്. ഇന്നാ പിടിച്ചോ. ആദ്യം ഇവന്റെ പവർ കുറച്ച് കൂട്ടേണ്ടി വരും, അല്ലാതെ ഇവൻ ഇതൊന്നും എടുത്ത് പൊക്കാൻ പോകുന്നില്ല. നാളെ കോമ്പറ്റീഷനിൽ ഷൈൻ ചെയ്യുന്നത് ഞാനായിരിക്കും, ട്രോഫിയും എനിക്കായിരിക്കും. പക്ഷെ സന്തോഷം സ്വീറ്റിക്കായിരിക്കും. സംശയമുണ്ടോ? മഴ കാരണം നടക്കാനിരുന്ന പരീക്ഷകളെല്ലാം മുടങ്ങാം. ഇന്നത്തെ കോമ്പറ്റീഷൻ എന്തായാലും തുടങ്ങാം. അടികൈ അടികൈ. പോപ്പട്ടെ, നിന്റെ കോൺസെൻട്രേഷൻ മൊത്തം അതിലായിരിക്കണം. ഇവിടെ വേറെയും ജിമ്മൻ തത്തകളുണ്ട്. വിജയത്തിന് അങ്ങനെ മല്ലെണ്ണോ എല്ലെണ്ണോ തടിയെണ്ണോ ഓടിയെണ്ണോ ഉള്ള വ്യത്യാസമില്ല. സംശയമുണ്ടോ? ബാലറ്റ് പെട്ടി തുറക്കുമ്പോൾ അറിയാം ആരാണ് പൊട്ടുന്നത്. ഇവരിലാർക്കെങ്കിലും ഒരാൾക്കായിരിക്കും ട്രോഫി കിട്ടുന്നത്. അടികൈ. കാണികളുടെ കൈയടി ഇവിടെ നിൽക്കട്ടെ. അപ്പൊ തുടങ്ങാം. ആദ്യത്തെ ചാമ്പ്യൻ വരട്ടെ. ഓ അടിപൊളി, നല്ല ആവശ്യത്തിലാണ്. കലക്കി. മീറ്റോവിൽ കുടുങ്ങിയ ഒരു വമ്പൻ ഇതാ വരുന്നു. അടുത്ത ചാമ്പ്യൻ ഇദ്ദേഹം എടുത്ത് പൊക്കുന്നാണ് തോന്നുന്നത്. 4+4 ആൻസർ ആണ് 8. ഇനി വരുന്നവൻ എടുക്കുമോ? 1 കിലോ വെയിറ്റ്. സ്കൂളിൽ എനിക്കുണ്ടായിരുന്നു ഒരു ഇഷ്ടം. ഇപ്പൊ ഇവന്റെ കാര്യമാണെങ്കിൽ പരമ കഷ്ടം. ഇന്നലെ എന്റെ വീട്ടിലുണ്ടായിരുന്നു പവർ കട്ട്. ഇതാ വരുന്നു ഞങ്ങളുടെ അഭിമാനമായ പോപ്പറ്റ്. അടിപൊളി അടിപൊളി, ഒന്നും പറയാനില്ല. ഈ മത്സരത്തിൽ കാറി എന്റെ തൊണ്ടയാകെ വരളുന്നു. നമ്മുടെ പോപ്പറ്റ് ഇതാ ആദ്യത്തെ റൗണ്ടിൽ തന്നെ വിജയിച്ചിരിക്കുന്നു. വേഗം തുടങ്ങ്, ഒരു കാരണവശാലും ലേറ്റ് ആവരുത്. അടികൈ. പാദസ്വരം കിലുങ്ങുമ്പോൾ കേൾക്കും ചിൽ ചിൽ. അങ്ങനെ ഇതാ അവനെത്തിയിരിക്കുന്നു അടുത്ത റൗണ്ടിൽ. പാലാ പള്ളി തിരുപ്പള്ളി. ആ അങ്ങനെ. അയ്യോ, വെയിറ്റ് നോക്കാൻ പറ്റാതെ നിലം പതിച്ചു പുള്ളി. ഇന്നലെ ഞാൻ കണ്ട സിനിമയിലുണ്ടായിരുന്നു 2 ട്വിസ്റ്റ്. ഇതാണ് നമ്മുടെ അടുത്ത ഫൈനലിസ്റ്റ്. ബീച്ചിൽ വെച്ച് സായിപ്പ് ചോദിച്ചു, ഹൂ ആർ യു? പോപ്പുട്ടിനെ നിറഞ്ഞ കൈയടിയോടുകൂടി വെൽക്കം ചെയ്യൂ. നൂറിന്റെ 5 നോട്ടുണ്ട് എന്റെ പോക്കറ്റിൽ. നമ്മുടെ പോപ്പട്ട് എത്തിയിരിക്കുന്നു ഫൈനലിൽ. അതെ സ്വീറ്റി, നീ ഒരു ജഡ്ജാണെന്ന് സമ്മതിച്ചു. പക്ഷെ ഇത്രയും ജഡ്ജ്മെന്റൽ ആവേണ്ട ആവശ്യമില്ല. പോപ്പറ്റ് ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർ ശക്തന്മാരാണ്. പോപ്പട്ടെ, അടുത്ത റൗണ്ട് 2 kg ആണ്. നല്ല ആവശ്യം വേണം. ഇതുവരെ ഞാനത് പൊക്കിയിട്ടേ ഇല്ല. പോപ്പട്ടെ നോക്ക്, സ്വീറ്റി സന്തോഷത്തിലാണ്. അഥവാ നീ ജയിച്ചു കഴിഞ്ഞാൽ സ്വീറ്റിക്കും തോത്തറാവനും അത് അഭിമാനത്തിന്റെ നിമിഷമായിരിക്കും. അത് ശരിയാ. പക്ഷേ ചിന്തിക്ക്, നീ ജയിച്ചു കഴിഞ്ഞാൽ ആ ട്രോഫി നിന്റെ കയ്യിലായിരിക്കും. സ്വീറ്റി നിന്റെ കൂടെ കാണും. നഗരത്തിൽ ഫേമസ് ആകും. നിനക്ക് ഒരുപാട് പരസ്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും. നിനക്ക് സ്വീറ്റിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. അവളെ ഡിന്നറിന് കൊണ്ടുപോകാൻ പറ്റും. ഈ സ്വപ്നമൊക്കെ നിന്റെയാ. പക്ഷെ അതല്ല ഇന്ന് ഈ പോപ്പട്ട് യാഥാർത്ഥ്യമാക്കും.
ബൽവന്ത് ഭായിയുടെ തത്തകളെ, ഇന്നത്തെ ഈ ചാമ്പ്യൻഷിപ്പിൽ ഈ പോപ്പട്ടാവും വിജയിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിയ ഒരു സാംസങ് ഫോണ് അടുത്ത റൗണ്ട് 2 kg അടികൈ. ഈ തത്തയുടെ കിളി പോയെന്നാ തോന്നുന്നേ. അല്ലിയമ്മനുണ്ടല്ലോ കുളത്തിൽ. അയ്യോ പോയല്ലോ പാതാളത്തിൽ. ഇന്നത്തെ നമ്മുടെ വിന്നറാണ് I am proud of you, Poppet. എടാ പോപ്പട്ടെ, ആശംസകൾ. 5 സ്റ്റാർ ബാറിൽ കിട്ടുന്ന ഷാമ്പെയിൻ. ഇന്ന് പോപ്പട്ടാണ് നമ്മുടെ ചാമ്പ്യൻ. അടികൈ മക്കളെ, അടിക്കട കൈ. പോപ്പട്ട് സാർ, 2 കിലോ പൊക്കുന്നതിന് മുമ്പ് താങ്കളുടെ മനസ്സിലെന്തായിരുന്നു? സത്യം പറയാലോ, എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ചില സമയങ്ങളിൽ ആ പേടി നമുക്ക് ശക്തി തരും. അതിലൂടെ നമ്മൾ എന്താണോ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് അത് സ്വന്തമാക്കാനും പറ്റും. നീ എന്താ ആഗ്രഹിച്ചത്? പറയേ. ആഗ്രഹിച്ചെന്താന്ന് പറയണേ പോപ്പട്ടെ, പറയ്. എന്താണ് പോപ്പട്ടെ നീ ആഗ്രഹിച്ചത്? പറയാ. ഈ ട്രോഫി സംശയമുണ്ടോ?